Hello all, this is Anuja and you are watching Essence of Science and ഇന്നത്തെ വീഡിയോ പെർഫ്യൂംസിനെ കുറിച്ചിട്ടാണ്. അതായത് പെർഫ്യൂംസ് ലൈക്ക് ഏത് പെർഫ്യൂമിന്റെ സ്മെല്ലാണ് കൂടുതൽ ടൈം ലാസ്റ്റ് ചെയ്യുക, എങ്ങനെയാണ് നിങ്ങൾക്ക് ബോട്ടിൽ നോക്കിക്കൊണ്ട് തന്നെ സ്മെൽ മനസ്സിലാക്കാൻ സാധിക്കും, ഏതൊക്കെ പോയിന്റ്സിലാണ് നിങ്ങൾ മെയിൻ ആയിട്ടും സ്പ്രേ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഞാനൊരു ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷെ സമയത്തിന്റെ പരിമിതി കാരണം എനിക്കത് കൂടുതലായി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോഴാണ് കുറെ പേര് സജസ്റ്റ് ചെയ്തത് ലെങ്തി വീഡിയോ ചെയ്തുകൂടി എന്നുള്ളത്. അപ്പൊ ഇത് അധികം ബോറിംഗ് ഒന്നും ആവുകയില്ല. 2 to 3 മിനിറ്റ്സേ ഉണ്ടാവുകയുള്ളൂ. ആൻഡ് ഈ 2 to 3 മിനിറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ എന്തായാലും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആൻഡ് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരിക്കലും വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കുകയില്ല. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണുക. ഈ പെർഫ്യൂം ബോട്ടിൽസിന്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് ഒരു റൈറ്റിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെ, ഒരു ഫ്രഞ്ചിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അതെന്താന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും അറിയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? അതാണ് ആ പെർഫ്യൂമിന്റെ കോൺസെൻട്രേഷൻ സൂചിപ്പിക്കുന്ന കാര്യം. ഇപ്പൊ പെർഫ്യൂം ബോട്ടിലിന്റെ അടിയിൽ ഓ ഫ്രഷ് എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ, അഥവാ അതൊരു ബോഡി മിസ്റ്റ് ആണെങ്കിൽ അതിൽ കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും. 1 to 2% ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ആൻഡ് അതിന്റെ സ്മെല്ലും കുറച്ച് സമയം തന്നെയാണ് ലാസ്റ്റ് ചെയ്യുകയുള്ളൂ. 1 to 2 hours തന്നെയാണ് അതിന്റെ സ്മെല്ലും ലാസ്റ്റ് ചെയ്യുകയുള്ളൂ. അപ്പൊ അത് വളരെ ലൈറ്റ് ആണ്. ഒരു റിഫ്രഷിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെയാണ് ഒഡേ കൊളോൺ. ഇതിപ്പോ കണ്ടില്ലേ, ഈ പെർഫ്യൂമിന്റെ അടിയിൽ ഒഡേ കൊളോൺ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെയും അതിന്റെ സ്മെല്ല് വളരെ കുറച്ച് സമയം മാത്രമേ ലാസ്റ്റ് ചെയ്യുകയുള്ളൂ. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ സ്മെല്ല് ലാസ്റ്റ് ചെയ്യുന്നതും കുറവാണ്. ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതാണ് ഒഡേ പാർഫം ആൻഡ് എക്സ്ട്രേ ഡാ പാർഫം എന്ന് പറയുന്നത്. ദ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. ഒഡേ പാർഫം എന്നാണെങ്കിൽ 6 to 8 hours, അതേപോലെ തന്നെ എക്സ്ട്രേ ഡാ പാർഫം എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ 8 to 12 hours ആൻഡ് അതിലും കൂടുതൽ സമയം വരെ പെർഫ്യൂം സ്മെൽ ലാസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ഇതാണ് ദ ബെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയി സ്മെൽ ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂംസ്. ഇതാണ് ആ കോൺസെൻട്രേഷന്റെ ടേബിൾ. അതായത് എങ്ങനെയാണ് ഏത് പെർഫ്യൂമാണ് ഏറ്റവും കൂടുതൽ സ്മെൽ ലാസ്റ്റ് ചെയ്യുന്നതും ആൻഡ് ദ ലീസ്റ്റ് വൺ രണ്ടും ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അക്കോർഡിംഗ്ലി ഇനി മുതൽ നിങ്ങൾ പെർഫ്യൂം വാങ്ങിക്കുമ്പോൾ നോക്കി ശ്രദ്ധിച്ച് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ പെർഫ്യൂമിന്റെ ഈ ഫ്രഞ്ച് റൈറ്റിംഗ് മാത്രം നോക്കി വാങ്ങിച്ചത് കൊണ്ട് സ്മെൽ ലാസ്റ്റ് ചെയ്യണമെന്നില്ല. അത് പ്രോപ്പറായി യൂസ് ചെയ്യാനും നിങ്ങൾക്ക് അറിയണം. അതായത് പൾസ് പോയിന്റ്സ് ആയിട്ടുള്ള റിസ്റ്റ്, ആങ്കിൾസ് എന്നീ സ്ഥലങ്ങളിൽ വേണം നിങ്ങൾ പെർഫ്യൂം സ്പ്രേ ചെയ്യാൻ വേണ്ടി. ഇനിയിപ്പോ ചില പെർഫ്യൂം ബോട്ടിൽസിൽ ഞാനിപ്പോ ഈ കാണിച്ച ഈ ടേബിളിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള റൈറ്റിംഗ് ആയിരിക്കും പ്രസന്റ് ആയിട്ടുണ്ടാവുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഓ ഡൂസ് അല്ലെങ്കിൽ ഓ സെൻസ്യുവൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത് അതിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ വൈബിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഓ ഡൂസ് എന്ന് പറയുന്ന പെർഫ്യൂം വളരെയധികം സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആയിരിക്കും. അവിടെ ഒരു റൊമാൻറ്റിക് ക്യാരക്ടറിസ്റ്റിക് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. സെയിം വേ ഒരു റൊമാൻറ്റിക് ക്യാരക്ടറിസ്റ്റിക് പ്രസന്റ് ആയിട്ടുള്ള മറ്റൊരു പെർഫ്യൂം ആണ് ഓ സെൻസ്യുവൽ എന്ന് പറയുന്നത്. ഇത് അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇതിന്റെ അടിയിൽ ഓ സെൻസ്യുവൽ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇതും വളരെയധികം ഒരു സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് സ്മെല്ലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് അതിന്റെ കോൺസെൻട്രേഷൻ അല്ല, അതിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ വൈബിനെയാണ് represent ചെയ്യുന്നത്. Hope you like this video. If so, please do like, share and subscribe to my YouTube channel. And ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. Till then, see you. Bye.